ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് ഞാൻ 2-3 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത്. ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ശനി ഞായറും. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള വീടിൻ്റെ അടുത്തുള്ളതെന്നല്ല, കുറച്ച് ദൂരമുണ്ട്. തിരുവല്ലാമലയിൽ ശ്രീരാമജയം എന്നൊരു അമ്പലമുണ്ട്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ അവിടെ പോയി തൊഴുന്നതൊക്കെ വളരെ നല്ലതാണ്. നാലമ്പലം നമ്മൾ പോവുമല്ലോ, അതിന് പകരം ഈ ഒരു അമ്പലത്തിൽ പോയി തൊഴുതാൽ മതി എന്നാണ് പൊതുവെ എല്ലാവരും പറയണത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, ഞാനും അമ്മയും ഉണ്ണിയും പിന്നെ അടുത്ത വീട്ടിലൊരു ചേച്ചിയുണ്ട്. ഞാനും അമ്മയും ഉണ്ണിയും ആദ്യമായിട്ടാണ് പോകുന്നത്. ആ ചേച്ചി ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. അപ്പോൾ തന്നെ നല്ലൊരു ക്യൂ ആണ് കേട്ടോ. കണ്ടോ, ഈ ഒരു ക്യൂ ആണ് രാവിലെ. ഞങ്ങൾ 8 മണിക്ക് എത്തിയത് കൊണ്ട് ഇത്ര ക്യൂ ഉണ്ടായുള്ളൂ. ഞങ്ങൾ നിന്നതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഇതിൽ ഡബിളായിരുന്നു ക്യൂ കേട്ടോ. കാരണം നാലമ്പല ദർശനത്തിൽ വരുന്നവരൊക്കെ ഇവിടെ വരുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും ദൂരെ നിന്നൊക്കെ വരുന്നവരാണ് അധികം വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത അമ്മയാണ് കേട്ടോ. കാരണം ഞാൻ ക്യൂ നിൽക്കുകയാണ്. അമ്മ ഉണ്ണീനെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. കാരണം ഉണ്ണി അങ്ങനെ നിൽക്കാൻ സമ്മതിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അമ്മ എടുത്തതാണ് ഇതൊക്കെ. കണ്ടില്ലേ, അമ്മമ്മയും മോളും കൂടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നു. പിന്നെ മഴയാണ്, വെള്ള പ്രശ്നങ്ങളുണ്ട്, മണ്ണിടിച്ചിൽ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും സേഫായിട്ട് മാക്സിമം ഇരിക്കാൻ നോക്കുക. കണ്ടില്ലേ, ഉണ്ണിതാ പട്ടുപാടയും ബ്ലൗസാണ് തന്നിട്ടത് ഉണ്ണിയുടെ. ഞങ്ങളിതാ തൊഴുതിറങ്ങി. ഇത് തൊഴുതിറങ്ങിയതിന് ശേഷം ഇവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഇവിടെ ഒരു പാമ്പ് മന പോലത്തെ ഒരു അമ്പലമാണ്. അങ്ങോട്ടും വന്നു. കുത്തനുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ. അങ്ങനെ തൊഴുതു ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇവിടെ ഇരുന്ന് കുറേ പേര് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. അതിന് നല്ലൊരു വൈബാണ് കേട്ടോ. കാണാൻ നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതാ ഇവിടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യലും വീഡിയോയ്ക്ക് പോസ് ചെയ്യലൊക്കെയാണ് അമ്മൂമ്മയും മോളും കൂടിയിട്ട്. അവിടെ തൊഴുതതിന് ശേഷം ഞങ്ങൾ പിന്നെയും അമ്പലത്തിൽ കയറി. പുറത്തേക്കും തൊഴാനുണ്ട് കേട്ടോ. 2 സൈഡിലും തൊഴാൻ ദേവിമാരുണ്ട്. ഇവിടെ കച്ചേരിയൊക്കെ നടക്കണ്ടായിരുന്നു. രാമായണം വായിക്കലും അങ്ങനെ പല പ്രോഗ്രാമും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ സ്റ്റേജിൽ. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി. പുറത്തൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ ഒരു ആലുണ്ട്. അപ്പോൾ ഇവിടെ ആലിൽ വന്ന് തൊഴാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. ഞങ്ങൾക്ക് എന്താണ് എല്ലാവരും ഇങ്ങനെ ആലിലിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, കാരണം ആദ്യമായിട്ട് വരുന്നതല്ലേ. അപ്പോൾ ഞങ്ങളോട് ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, എന്താണ് ഈ ആലിൽ ഇങ്ങനെ ചുറ്റും എല്ലാവരും ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കണേന്ന്. അപ്പോൾ പറഞ്ഞു, പല്ലീനെ കാണുകയാണെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് 2 പല്ലീനെ ഞങ്ങൾ കണ്ടു കേട്ടോ. സൂക്ഷിച്ച് നോക്കണം, കാരണം ആ മരത്തിൻ്റെ കളർ ഏതാണോ അത് തന്നെയാണ് ആ പല്ലിയുടെ കളർ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അവളെ എങ്ങനെയൊക്കെ പോസ് ഇരുത്താൻ നോക്കണ്ട, അതുപോലെ കാലിരിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോഴേ സൂക്ഷിക്കണമൊക്കെ ഉണ്ടാവും. കാടാണ് ചുറ്റും. പിന്നെ പാറക്കെട്ടുകളും. എങ്ങാനും വീണ് കഴിഞ്ഞാൽ ഭയങ്കര അപകടം വരാൻ സാധ്യതയുണ്ട്. അതന്നെ സ്വത്തുനിന്ന് ഞങ്ങളങ്ങനെ ഇറക്കിയില്ല കേട്ടോ. അവൾക്കാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരണം എന്നുള്ള വാശിയിലാണ്. മുഖം കണ്ടില്ലേ, വാശി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ ഇരുത്തുകയാണ് കേട്ടോ മടിയിൽ. അവൾക്ക് ഓടിക്കളിക്കണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയും തൊഴുതു. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറി. ഇതാട്ടോ ഞങ്ങളുടെ അപ്പോൾ ഉള്ള ചേച്ചി. അങ്ങനെ ഉള്ളിക്കോടെ തന്നെ കയറി വരണം പുറത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ. അവിടെ രാമായണം വായിക്കുന്നുണ്ട്. അതിന് ശേഷം ഇതും അമ്പലത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇതൊരു വേറൊരാളാണ്. അപ്പോൾ ഇതാ അവിടെ ആനക്കുട്ടികളുടെ 2 ഇതുണ്ട് കേട്ടോ. സ്വത്തുനാണെങ്കിൽ ആന എന്ന് പറഞ്ഞാൽ പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് പുള്ളിക്കാരി. എന്ത് ചെയ്താൽ വരണില്ല. പിന്നെ ലാസ്റ്റ് പിടിയും വലിയൊക്കെ കൂടിയാണ് വരുന്നത്. എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കണതിൻ്റെയും വീഡിയോ എടുക്കണതിൻ്റെയൊക്കെ തിരക്കാണ് കേട്ടോ. കാരണം കുഞ്ഞ് ആനക്കുട്ടികളുടെ അടുത്ത് കുട്ടികളിങ്ങനെ കൗതുകത്തോടെ പോയി നിൽക്കണം കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതൊക്കെ ക്യാപ്ചർ ചെയ്തതിന് ശേഷം നമ്മളിതാ ഈ കല്ലിങ്ങനെ കെട്ടിപ്പൊക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായില്ല. പിന്നെയാണ് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം സാധിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ
അത് ഫലിക്കുമെന്നൊക്കെയാണ് പറയണത്. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിന് ശേഷം നമ്മൾ തൊഴുതിറങ്ങുവാണ്. നമ്മൾ ഇറങ്ങണ സമയത്തേക്കും നല്ല തിരക്കായിട്ടോ. ക്യൂ ഒക്കെ അങ്ങ് റോട്ടിലെത്തിയായിരുന്നു. കണ്ടില്ലേ ക്യൂ നിൽക്കുന്നത്? നമ്മൾ കയറിയപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നു ക്യൂ, ഇപ്പോൾ പുറത്തേക്കായി ക്യൂ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ കല്ല് വെക്കുന്ന സ്ഥലത്തേക്കില്ലേ, അങ്ങോട്ടാട്ടോ ഞാൻ പോയത്. ഞാൻ കല്ലൊന്നും വെച്ചില്ല, കാരണം നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ. ഞാൻ കല്ലൊന്നും വെച്ചില്ല, അല്ലാതെ തൊഴുത് പ്രാർത്ഥിച്ചിങ്ങ് പോന്നു. കണ്ടില്ലേ കല്ലിങ്ങനെ കെട്ടി വെക്കുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല. നമ്മുടെ പ്രകൃതി രോഷം കാരണം നമുക്ക് ആർക്കും ഒരു പ്രത്യേകിച്ച് സുഖവും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. ഒരു മൂടില്ലേ വാർത്ത കേൾക്കാനായി. വാർത്തയാണ് എപ്പോഴും ഇപ്പോൾ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ മനുഷ്യൻ്റെ മൈൻഡൊക്കെ കട്ടാവും, നമ്മളാകെ ടെൻഷനാവും. എനിക്ക് പ്രത്യേകിച്ച് അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അപ്പം ഭയങ്കര ടെൻഷനുണ്ട്. എന്താവുമെന്നൊന്നും അറിയില്ല. 2 ദിവസം മുന്നേ ഇങ്ങനെ ഷീറ്റിലേക്ക് ഇങ്ങനെ മരമൊക്കെ വീണിരുന്നു, അതൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് ചില്ല. അങ്ങനെ ചില ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മളെ വീണ്ടും ചുറ്റിലും നിൽക്കുന്ന വലിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില്ലയൊക്കെ ഒന്ന് വെട്ടി താഴ്ത്തിയിടുക. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. കണ്ടില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും നല്ല രസമുണ്ടായിരുന്നു, അമ്പലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്ഥലങ്ങളും എല്ലാം കാണാൻ. ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആകെ ഇവിടെ ഒരു ഹോട്ടലുള്ളൂ. ആ ഹോട്ടലിലാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, നല്ല തിരക്കുണ്ടായിരിക്കും, അവിടെ ആളും കുറവായിരിക്കും. പക്ഷേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതിനൊരു മാനേജ് ചെയ്യാനൊരു രീതിയുണ്ട്. അവരത് നന്നായിട്ട് ചെയ്തോന്ന് എനിക്കറിയില്ല. ഞങ്ങളൊരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ആരും തിരിഞ്ഞു നോക്കാത്ത കാരണം ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണുണ്ടായത്. കാരണം കുട്ടി കരഞ്ഞ് ബഹളം വയ്ക്കായിരുന്നു വിശന്നിട്ട്. അപ്പോൾ നമ്മുടെ കടയിലേക്ക് ഒരാൾ വരുമ്പോൾ എന്താ വേണ്ടേ, കഴിക്കാൻ വേണ്ടതെന്നെങ്കിലും ഒരാൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇതുണ്ട്. അവർ നമ്മളെ കണ്ടു മൈൻഡാക്കിയെന്ന്. ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു, എന്നിട്ടും ഫലമില്ല. കണ്ടോ, കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ ഫുഡ് കഴിക്കുന്നത്. കാരണം അവിടെ അടുത്ത് വേറെ കടകളൊന്നുമില്ല. അപ്പോൾ ഇനി പോകുന്നുണ്ടെങ്കിൽ നേരത്തെ പോയിട്ട് ഒരാളവിടെ പോയി ഇരുന്നോ സീറ്റ് പിടിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ.